ഏപ്രിൽ 3 ചിച്ചെസ്റ്ററിലെ വിശുദ്ധ റിച്ചാർഡ് മെത്രാൻ. 1197 ഇംഗ്ലണ്ടിൽ ജനനം. 1253 ഏപ്രിൽ 3 ഇംഗ്ലണ്ടിൽ വെച്ച് മരണം. 1253 ഡോവറിൽ വെച്ച് അന്തരിച്ച വിശുദ്ധ റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലറും ചിച്ചെസ്റ്ററിലെ മെത്രാനുമായിരുന്നു. വൂൾസ്റ്ററിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ വിച്ച് എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യത്തിൽ ലൗകികാനന്ദങ്ങൾ അദ്ദേഹത്തെ ഒട്ടും വശീകരിച്ചില്ല. പ്രത്യുത പഠനവും പുണ്യാഭ്യാസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. മൂത്ത സഹോദരന് പ്രത്യേക സഹായം ആവശ്യമാണെന്ന് കണ്ട് ഒരു ഭൃത്യനെ പോലെ സഹോദരൻ്റെ പ്രശ്നം അവസാനിക്കുന്നതുവരെ സഹായിച്ചു. പിന്നീട് പാരീസിലും ബൊളോഞ്ഞയിലും ഓക്സ്ഫോർഡിലും പഠിച്ചു. അവസാനം റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചാൻസലറായി. പിന്നീട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ എഡ്മണ്ടിൻ്റെ ചാൻസലറുമായിട്ടുണ്ട്. 1244 റിച്ചാർഡ് ചിച്ചെസ്റ്ററിലെ മെത്രാനായത്. അന്നത്തെ ഇംഗ്ലീഷ് രാജാവ് ഹെൻറി തൃതീയൻ രൂപതയുടെ വസ്തുക്കൾ 2 കൊല്ലത്തോളം മെത്രാനെ ഏൽപ്പിച്ചില്ല. അതിനാൽ ബിഷപ്പ് റിച്ചാർഡ് അക്കാലമെല്ലാം കഷ്ടപ്പെട്ടു. എന്നാലും തൻ്റെ അജഗണത്തോടുള്ള യാതൊരു ചുമതലകളും അദ്ദേഹം നിറവേറ്റാതിരുന്നില്ല. അവസാനം മാർപ്പാപ്പ ഇടപെട്ട് രൂപതാ സ്വത്തുക്കൾക്കുള്ള അവകാശം ബിഷപ്പിന് ലഭിച്ചു. അവകാശം ലഭിച്ചപ്പോൾ ഉപവിപ്രവർത്തികൾ വർദ്ധിച്ചു. തന്നെത്താൻ അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും മരിച്ചുപോയവരെ സംസ്കരിക്കുകയും ചെയ്തു പോന്നു. ദരിദ്രരെ കണ്ടെത്തിപ്പിടിച്ച് സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ദാനത്തുകകൾ ആദായത്തേക്കാൾ അധികമാകുന്നുവെന്ന് ഗുമസ്തൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ പാത്രങ്ങളും കുതിരയെയും വിൽക്കുക എന്നാണ് പ്രതിവചിച്ചത്. സ്വർഗീയമായവയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെപ്പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും കാണുക. പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്നുള്ള തീഷ്ണതയോടെയാണ് അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചിരുന്നത്. നിന്ദനങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. മാർപ്പാപ്പയുടെ ആജ്ഞപ്രകാരം കുരിശുയുദ്ധത്തിന് സന്നദ്ധ ഭടന്മാരെ ക്ഷണിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പനി പിടിച്ച് 56-ാമത്തെ വയസ്സിൽ 1253 ഏപ്രിൽ 3 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. 1262 4-ാം ഉർബൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. കർത്തവ്യ നിർവഹണത്തിൽ എത്രയും ശ്രദ്ധാലുവായിരുന്നു വിശുദ്ധ റിച്ചാർഡ്. സ്വാർത്ഥ പ്രതിപത്തിയാണ് നമ്മളെ അലസരാക്കുന്നത്. ആകയാൽ കാര്യം എത്ര നിസ്സാരമായിരുന്നാലും കൃത്യവിലോപം വരാതിരിക്കാൻ ദൃഢവ്രതരായിരിക്കുക. വചനം എസെക്കിയേൽ 11-ാം അധ്യായം 19-ാം വാക്യം. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. വിചിന്തനം. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. വിശുദ്ധ റിച്ചാർഡ്.